ഈയിടെയായി കൈകൈക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു വരികയാണെന്ന് തോന്നുന്നു. മിഥിലയിൽ നടന്ന രാമന്റെ വിവാഹത്തിന് എന്നെയും കൂടെ കൊണ്ടുപോകാതെ ഒറ്റയ്ക്ക് പോയിക്കളഞ്ഞു. രാമൻ ജനിച്ചതു മുതൽ 3 അമ്മമാരോടൊപ്പം ചേർന്ന് ഞാനും കൂടിയല്ലേ അവനെ വളർത്തിയത്. ആ വിവാഹവും വിവാഹ ചടങ്ങുകളും നേരിൽ കാണുവാനായി എനിക്ക് മാത്രം എന്താ ആഗ്രഹം ഉണ്ടാവില്ലേ? ചോദിച്ചപ്പോഴോ ഭരണമെല്ലാം ശ്രദ്ധിക്കേണ്ടത് നീയല്ലേന്നും പറഞ്ഞ് പോയിക്കളഞ്ഞു. അതെ, അതും ശരിയാണ്. അവരെല്ലാം മരുമക്കളെയും കൊണ്ടുവരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയല്ലേ ചെയ്യേണ്ടത്. മന്ത്രിമാതേ, മിഥിലയിൽ രാമന്റെയും സീതയുടെയും വിവാഹമൊക്കെ ഭംഗിയായി നടന്നോ? അദ്ദേഹത്തിന്റെ മാത്രമല്ല, മറ്റു കുമാരന്മാരുടെയും വിവാഹം ഭംഗിയായി നടന്നു. ദൂതാ, നീ എന്താ ഈ പറയുന്നേ? നമ്മുടെ രാജകുമാരൻ ശ്രീരാമചന്ദ്രൻ വിവാഹത്തിനായി ചെന്നയിടത്ത് അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ അനുജന്മാരുടെയും വിവാഹച്ചടങ്ങുകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതുപ്രകാരം ലക്ഷ്മണൻ ജനകമഹാരാജാവിന്റെ ഇളയ മകളായ ഊർമിളയെ വിവാഹം ചെയ്തു. ഭരതനും ശത്രുഘ്നനും? ജനകന്റെ സഹോദരൻ കുശധ്വജന്റെ മൂത്ത മകളായ മാണ്ഡവിയെ ഭരതനും ഇളയ മകൾ ശ്രുതകീർത്തിയെ ശത്രുഘ്നനും വിവാഹം കഴിച്ചു. ഒരേ നാളിൽ പിറന്ന 3 പേർക്കും ഒരേ ദിവസം വിവാഹമോ? കേൾക്കുമ്പോ തന്നെ എന്തുമാത്രം സന്തോഷമുണ്ടെന്നറിയാമോ? അതിരിക്കട്ടെ, ഇപ്പൊ മരുമക്കൾ അയോധ്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെത്തിയോ? അതെ. അടിയൻ മരുമക്കളെ എതിരേൽക്കാനായി മംഗള ആരതികൾ എടുക്കാൻ ഏർപ്പാടുകൾ ചെയ്യണം. അതെ. കൈകേയി, നിന്റെ പുത്രൻ രാമന് നീ തന്നെ ആദ്യം ആരതി ഒഴിയൂ. ആരതി ഒഴിയൂ. മഹാരാജൻ അടിയനെ ഉടനെ കാണണമെന്ന് പറഞ്ഞ ആളെ അയച്ചിരുന്നു. അതേ മഹാമന്ത്രി, ഞാൻ മിഥിലയിൽ നിന്നും തിരിച്ചതു മുതൽ ഈ നിമിഷം വരെ എന്റെ പുത്രന്മാരുടെ വിവാഹ ചടങ്ങുകൾ, പിന്നെ അവർക്ക് ഓരോരുത്തർക്കും വസതി സൗകര്യങ്ങൾ, അതിലവർ കുടിയിരുത്തുന്നത്, അങ്ങനെ നമ്മുടെ കുടുംബകാര്യങ്ങളിൽ ലയിച്ചുപോയി നാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കിടയിലും എല്ലാ ദിവസവും സന്ധ്യാനേരത്ത് നാട്ടിലെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുകയും ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എന്നെ ബോധ്യപ്പെടുത്തി അത് ചെയ്യിക്കുകയും ചെയ്തിരുന്നു. അതെല്ലാം സത്യമാണ്. എന്നാലും നാം നേരിട്ട് ഒരു കാര്യങ്ങളിലും ഇടപെട്ടിട്ടില്ല. അങ്ങൊരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയാണെന്നതിലുപരി ചെറുപ്പം മുതലേ എന്നോട് സ്നേഹത്തോടെ പെരുമാറുന്ന സുഹൃത്തുമാണ്. അതോടൊപ്പം ഒരു മന്ത്രിക്ക് വേണ്ട വിദ്യാഭ്യാസം, അച്ചടക്കം, രാഷ്ട്രീയ അറിവ്, ഗുണം, ക്ഷമാശീലം,
അത്രയും ഉൾക്കൊണ്ടവൻ. ആയതിനാൽ നാട്ടിലെ പ്രജകൾക്ക് യാതൊരു കുറവും വരാത്ത രീതിയിൽ കാക്കുകയും ചെയ്യുന്നുണ്ട്. മഹാരാജൻ, ഞാനെന്റെ കടമയാണ് ചെയ്യുന്നത്. മഹാമന്ത്രി, അങ്ങയെപ്പോലെയുള്ള ക്ഷേമകാര്യമന്ത്രി ഒരു നാട്ടിൽ ഒരാളുണ്ടായാൽ മതിയാകും. ആ നാട് ലോകത്ത് തന്നെ തല ഉയർത്തി നിൽക്കും. എന്റെ ആത്മമിത്രമേ, ഇന്ന് നാം നമ്മെപ്പറ്റിയുള്ളൊരു സത്യത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. സത്യമോ? അതെന്താണ് തിരുമനസ്സേ? മഹാമന്ത്രി, ഇന്ന് രാവിലെ അലങ്കാരങ്ങൾക്ക് വേണ്ടി ചഷകത്തിനു മുമ്പിൽ നിന്ന് നമ്മെ നാം നോക്കിക്കണ്ടപ്പോൾ നമ്മുടെ കാതിനടുത്തായി ചില മുടികൾ നരച്ചിരിക്കുന്നതായി നാം കാണുകയുണ്ടായി. അവയെ കണ്ടതിനു ശേഷമാണ് നാം വാർദ്ധക്യത്തിലെത്തിയ കാര്യം നമുക്ക് തന്നെ മനസ്സിലായത്. 60 വർഷങ്ങൾ ജീവിതത്തിലും രാഷ്ട്രീയത്തിലും ആടി ഓടി പാടുപെട്ട ഈ ഉടലിൽ ഇപ്പോഴെന്തുകൊണ്ടാണ് ഈ തളർച്ച ഏർപ്പെടുന്നത്? വാള് പിടിക്കുന്ന ഈ കരങ്ങളിലും ദൃഢമായ മുഖത്തും വരിവരിയായി ചുളിവുകൾ എന്തുകൊണ്ടാണ് വീഴാൻ തുടങ്ങിയത് എന്നതിന്റെ രഹസ്യം നാം അറിഞ്ഞു. അതായത് നാം വാർദ്ധക്യത്തിൽ മുഴുവനായി അടഞ്ഞിരിക്കുകയാണ്. മഹാമന്ത്രി, ഇനിയും നാം രാജ്യഭാരം ചുമക്കുന്നതിൽ യാതൊരു ന്യായവുമില്ല. ആയതിനാൽ ഈ നാട്ടിലെ പ്രജകൾ ബഹുകാലമായി പ്രതീക്ഷിച്ചതുപോലെ എന്റെ മൂത്ത പുത്രനായ ശ്രീരാമചന്ദ്രനെ കിരീടമണിയിച്ച് ഈ കോസല രാജ്യത്തിന്റെ രാജഭരണം അവനെ ഏൽപ്പിക്കാമെന്ന് നാം തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങയുടെ തീരുമാനം ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷം. തപവും ധ്യാനവും കൈമുതലാക്കിയ ഞങ്ങളുടെ കുലഗുരുവായ വസിഷ്ഠ മഹർഷേ, വേദമുറകളിലും ആഗമശാസ്ത്രങ്ങളെല്ലാം മനഃപ്പാടമാക്കിയ ചാബാലി, മറ്റു മുനിശ്രേഷ്ഠർ, അങ്ങനെയുള്ള എന്റെ സഭാംഗങ്ങളെ, ഇന്ന് നമ്മുടെ മനസ്സിൽ തുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാശയത്തെ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മഹാരാജാവിന്റെ മനസ്സിൽ തോന്നിയ ആഗ്രഹം ഉറപ്പായിട്ടും ഈ അയോധ്യയുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അത് വെറും നന്മകളായിരിക്കാൻ സാധ്യതയില്ല. ഈ അയോധ്യയുടെ ഭാവി കാലത്തിൽ ഉപകാരപ്പെടാൻ സാധ്യതയുള്ള ഒന്നാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വരും കാലത്തെ അറിയുന്നതിൽ അഗ്രഗണ്യനായ വാമദേവൻ ജാബാലി മുനിവര്യന്റെ വാക്കുകൾ പാഴ്വാക്കുകളാകില്ലെന്ന് അടിയന് വിശ്വാസമാണ്. യോഗങ്ങളെക്കാളും യഥാർത്ഥമായ സംസാരം മാത്രമേ സത്യത്തെ അറിയൂ. ആയതിനാൽ മനസ്സിലുള്ള ആശയം മറയ്ക്കാതെ പറയൂ ദശരഥ. പറയാം ഗുരുദേവ. ഒരുപാട് വർഷങ്ങളായി അങ്ങയുടെ ആഗ്രഹത്താലും കൃപയാലും മന്ത്രി സുമന്ത്രന്റെ ചിന്തയാലും സേനാനായകന്മാർ, പ്രജകൾ എന്നിവരുടെ ഒത്തൊരുമ കൊണ്ടും ഈ രാജ്യഭരണം ചെങ്കോലേന്തിക്കൊണ്ട് നാം നടത്തി വരികയാണ്. പക്ഷെ നിലവിൽ വാർദ്ധക്യം എന്നെ മെല്ലെ പിടികൂടാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്റെ ചിന്തകളുടെ വേഗത്തിൽ ഇപ്പോൾ വ്യത്യാസവും കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭരണം നല്ല രീതിയിൽ നടത്താൻ നല്ല അധ്വാനവും അതിനൊത്ത വീര്യവും ആവശ്യമാണ്. ആയതിനാൽ ഈ ഭരണത്തിന്റെ ഉത്തരവാദിത്വം എന്റെ 4 പുത്രന്മാരിൽ മൂത്തവനും സാമദാന വേദങ്ങളും ചതുർവിധ രാജതന്ത്രങ്ങളും അറിയാവുന്ന ശ്രീരാമചന്ദ്രനെ ഏൽപ്പിച്ച് നമ്മുടെ ഇക്ഷ്വാകു വംശത്തിന്റെ പൂർവികരെ പോലെ തന്നെ നാമും വനത്തിലേക്ക് പോയി തപസ്സനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മഹാരാജൻ, അങ്ങയുടെ തീരുമാനത്തെ ഞാൻ പരിപൂർണമായി സ്വാഗതം ചെയ്യുന്നു. ഒരു രാജാവ് ആദ്യം തന്റെ കുലത്തിന്റെ മഹിമ വിവർത്തനം ചെയ്യേണ്ടതുണ്ട്. പിന്നീട് തന്റെ നാടിന്റെ പുരോഗതിക്കായി കഷ്ടപ്പെടേണ്ടിയും വരും. കടമകൾ ചെയ്യാൻ കഴിയാതെ പാദങ്ങൾ നടുങ്ങുന്നത് കണ്ടാൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിയണം. അതെല്ലാം കഴിഞ്ഞതിനു ശേഷം വനത്തിലേക്ക് ചെന്ന് തപസ്സനുഷ്ഠിച്ച് ആത്മാവിനെ അറിഞ്ഞ്
അതിനോടൊന്നു ചേർന്ന് ലയിച്ച് ജീവിക്കണമെന്നാണ് ശാസ്ത്രം. അതെല്ലാം മനസ്സുകൊണ്ട് ആഗ്രഹിച്ച നീ വിദ്യാഭ്യാസം, ശീലം, ധീരം, ജ്ഞാനം എന്നിവയെല്ലാം ഒരുപോലെ കൈമുതലാക്കിയ ശ്രീരാമനെ നിന്റെ സ്ഥാനത്തിരുത്താൻ ആഗ്രഹിച്ചത് അഭിനന്ദനമർഹിക്കുന്നു. ഗുരുദേവനും മറ്റു പണ്ഡിതന്മാരും എന്റെ ആഗ്രഹം അംഗീകരിച്ചിരിക്കുന്നു. എന്റെ ഉറ്റ സുഹൃത്തും മന്ത്രിയുമായ സുമന്ത്ര, ജ്ഞാനവൃക്ഷമായി പ്രകാശിക്കുന്ന ഗുരുദേവൻ തന്നെ സമ്മതം തന്നുകഴിഞ്ഞ സ്ഥിതിക്ക് അടിയനു മാത്രം അതിലെതിരഭിപ്രായം ഉണ്ടാകുമോ? രാജകുമാരൻ ശ്രീരാമൻ മന്നനാകുന്നതിൽ ഞാൻ അളവില്ലാത്ത സന്തോഷത്തിലാണ്. ഗുരുദേവ, സാത്വികമെന്ന മികച്ച ഗുണം സിദ്ധിച്ചവനും രവികുലത്തിന്റെ സമ്പത്തായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ അരുമയായ പുത്രൻ രാമന്റെ കിരീടാഭിഷേകത്തിന് അങ്ങ് തന്നെ നല്ലൊരു മുഹൂർത്തം കുറിച്ചു തരണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ദശരഥ, ഈ മാസം ചിത്തിര നക്ഷത്രം. വൃക്ഷങ്ങളിൽ പഴുത്ത ഇലയെല്ലാം കൊഴിഞ്ഞ് പുതിയ പച്ചയില മുളച്ചു വന്ന് പൂവിട്ട് കായിടുന്ന ഈ കാലത്ത് നിന്റെ പഴയ ഭരണം അവസാനിപ്പിച്ച് രാമന്റെ പുതിയ ഭരണം തുടങ്ങിവെക്കുന്നതിന് വളരെയധികം പൊരുത്തമുള്ളതാണ്. കൂടാതെ ഇത് രാമൻ പിറന്ന മാസമാണ്. നാളെ പൂയം നക്ഷത്രത്തിൽ ചന്ദ്രൻ നിന്ന് ഉച്ചസ്ഥായിയിലെത്തി ഗുരുവിനോടടുക്കുന്ന പുണ്യദിനമാണ്. ആയതിനാൽ നാളെ തന്നെ ശ്രീരാമന്റെ പട്ടാഭിഷേകം നടത്താൻ പറ്റിയ മുഹൂർത്തമായിരിക്കും. നല്ലത്. മഹാരാജൻ, വസിഷ്ഠമുനി പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ഗുരുദേവൻ പറഞ്ഞ ആ നല്ല മുഹൂർത്തത്തിൽ തന്നെ എന്റെ പുത്രന്റെ പട്ടാഭിഷേകം നാം നടത്തുന്നതാണ്. മഹാമന്ത്രി, ബഹുകാലം കഴിഞ്ഞ് അയോധ്യയിൽ നടക്കുന്ന നാളത്തെ ചടങ്ങുകൾക്കായി ക്ഷണിക്കും വിധം എല്ലാ നാട്ടുരാജാക്കന്മാർക്കും സന്ദേശം അയച്ചാലും അയോധ്യയിലെ പ്രജകളെ പെരുമ്പറ മുഴക്കി അറിയിച്ചാലും കൊമ്പുകൾ മുഴങ്ങട്ടെ, അലങ്കാരങ്ങൾ തുടങ്ങട്ടെ. എന്റെ കുലദൈവമായ ആദവന് ക്ഷേത്രങ്ങൾ തോറും അഭിഷേക ആരാധനകൾ നടന്നുകൊണ്ടേയിരിക്കട്ടെ. വീതികളിലെങ്ങും മലർ കൊണ്ടുള്ള തോരണങ്ങളും ഗൃഹങ്ങൾക്ക് മുമ്പിൽ കോലങ്ങൾ കൊണ്ടും അലങ്കരിക്കട്ടെ. വേദി ഒരുങ്ങട്ടെ, വേദഘോഷങ്ങൾ മുഴങ്ങട്ടെ. കൽമണ്ഡപങ്ങളിൽ മഹാകവികളും സംഗീത വിദ്വാൻമാരും കലാവിരുന്ന് ഒരുക്കട്ടെ. മഹാമന്ത്രി, അയോധ്യ ഉത്സവപ്രതീതിയിൽ ആറാടട്ടെ. അങ്ങനെയാവട്ടെ രാജൻ. രാമചന്ദ്ര, വന്നാലും പിതാവേ. നന്നായിരിക്കട്ടെ. സീതേ, നിനക്ക് സുഖമാണല്ലോ അല്ലേ? അങ്ങയുടെ നല്ല മനസ്സുകൊണ്ട് സുഖമായിരിക്കുന്നു. ഉപവിഷ്ടനായാലും പിതാവേ. അതിരിക്കട്ടെ. നിന്റെ പതി രാമചന്ദ്രൻ അകത്തുണ്ട്. ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. സീത, ഞങ്ങളുടെ കുലം രക്ഷിക്കാൻ വന്ന മഹാലക്ഷ്മി, ഈ ഉത്തമയുടെ കരം പിടിച്ചതിന്റെ ഐശ്വര്യമാണ് രാമന് അതിശീഘ്രം തന്നെ പട്ടാഭിഷേകം നടക്കാൻ പോകുന്നത്. പിതാവിന്റെ തിരുവടികളിൽ അങ്ങയുടെ പുത്രനായ രാമന്റെ പ്രണാമം. രാമചന്ദ്ര, സീതാരാമ സമേതരായി ജഗത്തിലെങ്ങും പ്രശസ്തി നേടി വാണിയിടും നിങ്ങൾ. പിതാവേ, അവിടുന്ന് പെട്ടെന്നിവിടേക്ക് ആഗതനാകാനുള്ള കാരണം? രാമ, നിന്നെ ഒരു സന്തോഷകരമായ വാർത്ത അറിയിക്കുവാനാണ് വന്നത്. അത് കേട്ടാൽ നിങ്ങൾ ഇരുവരും സന്തോഷത്തിൽ ആറാടുന്നതാണ്. അങ്ങയുടെ ഈ ആഗമനം തന്നെ ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമല്ലേ? അതിലും വലിയ സന്തോഷവാർത്ത പറയുവാനാണ് നാം വന്നത്. അങ്ങനെയാണോ? നാളെ നിന്റെ പതി ഈ നാടിന്റെ മന്നനാവാൻ പോവുകയാണ്. പിതാവേ,
അങ്ങയുടെ രാജസിംഹാസനത്തിൽ ഞാനോ? അതേ പുത്ര, നാം വാർദ്ധക്യത്തിലേക്ക് കടന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ രാജഭാരത്തെ നിന്നെ ഏൽപ്പിക്കാമെന്ന് തീരുമാനിച്ചു. പിതാവേ, രാമ, ഞാൻ അറിവിലും വയസ്സിലും മൂത്തവനാണ്. ഈ ഉലകത്തിൽ നന്മ തിന്മകൾ അത്രയും അനുഭവിച്ചവൻ. വേദങ്ങളെ മനഃപ്പാടമാക്കി പണ്ഡിതന്മാരുടെ പ്രശംസ അർഹിച്ചവൻ. യാഗങ്ങൾ പലതും ചെയ്ത് ദേവന്മാരുടെ കടങ്ങളും വീട്ടിയിട്ടുണ്ട്. പുത്രന്മാരായ നിങ്ങളിലൂടെയാണ് പിതൃക്കളുടെ കരുണയും പൊന്മണികൾ ദാനം ചെയ്തതിനാൽ ബ്രാഹ്മണരോടുള്ള കടവും തീർത്തിരിക്കുന്നു. പൂർണ്ണമായ സുഖങ്ങൾ അനുഭവിച്ചതിനാൽ എന്റെ ആത്മാവിനോടുള്ള കടങ്ങളും തീർന്നിരിക്കുന്നു. ഇനി മന്നനെന്ന മുറയ്ക്ക് ഞാൻ ചെയ്യേണ്ട കടമ ഒന്നു മാത്രമേ ഉള്ളൂ. അതാണ് ഈ നാടിന് നല്ലൊരു ഭരണാധികാരിയെ തിരഞ്ഞെടുത്തു കൊടുക്കുന്നത്. യോഗ്യതകളെല്ലാം നേടിയവനായി ധരണിയിൽ ആർക്കും എതിരില്ലാതെ ആ മുഖ്യസ്ഥാനത്തിരിക്കാൻ യോഗ്യതയുള്ളവൻ എന്റെ പുത്രൻ രാമൻ. നീ ഒരുവൻ മാത്രമായതിനാലാണ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് എന്റെ തീരുമാനം മാത്രമല്ല, അയോധ്യയിലെ പ്രജകൾ, പണ്ഡിതന്മാർ, അത്രയും പേരുടെ തീരുമാനമാണ്. പിതാവേ, ഈ തീരുമാനം നമ്മുടെ ഗുരുദേവൻ വസിഷ്ഠൻ, മഹാമന്ത്രി സുമന്ത്രൻ, സഭാവാസികളിൽ പ്രധാനികൾ അത്രയും പേരും അനുകൂലിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നാളെ നിന്റെ പട്ടാഭിഷേകം നടത്താമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. പ്രജകളെയെല്ലാം പെരുമ്പറ മുഴക്കി അറിയിക്കാനും പറഞ്ഞിട്ടുണ്ട്. പിതാവേ, ഈ വാർത്ത അനുജന്മാർ 3 പേർക്കും രാജസഭയിൽ തീരുമാനമെടുത്ത ഉടനെ പട്ടാഭിഷേകത്തെപ്പറ്റി കൗസല്യയോടും സുമിത്രയോടും പറഞ്ഞയച്ചിട്ടുണ്ട്. നിന്നോട് പറഞ്ഞതിന് ശേഷം കൈകേയിയോട് ഞാൻ തന്നെ നേരിട്ട് പോയി പറയാൻ പോവുകയാണ്. പിതാവേ, എന്റെ അനുജന്മാരിൽ ലക്ഷ്മണൻ മാത്രമാണ് ഇവിടെയുള്ളത്. അതേ ശ്രീരാമ, ഭരതനെ അവന്റെ മാതൃമാതാവിന് കാണണമെന്ന് അവന്റെ മാതുലൻ വിരാജിത്തൻ പറഞ്ഞതിനാൽ അവനെ കേകയ നാട്ടിലേക്ക് അയച്ചിരിക്കുകയാണ്. അവനോടൊപ്പം ശത്രുഘ്നനും പോയിട്ടുണ്ട്. അവർ ഈ പട്ടാഭിഷേകത്തെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ ജ്യേഷ്ഠന്റെ മഹാഭാഗ്യമോർത്ത് വളരെയധികം സന്തോഷിക്കും. അവരിവിടെ ഇല്ലാത്തതും ഒരു കുറവാണ്. പക്ഷെ എന്തു ചെയ്യാനാണ്? ഗുരുദേവൻ നാളെയാണ് ഇതിനു പറ്റിയ മുഹൂർത്തമെന്ന് തീരുമാനിച്ചു. എത്രയോ തലമുറകളായി നമ്മുടെ വംശത്തിൽ പട്ടാഭിഷേക വൈഭവം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ മഹാഋഷിയുടെ വാക്ക് എനിക്ക് മറക്കാൻ കഴിയില്ലല്ലോ. ആയതിനാൽ രാമ, ഇത് നീ സന്തോഷത്തോടെ അംഗീകരിച്ചേ മതിയാകൂ. പിതാവേ, അങ്ങയുടെ സന്തോഷമല്ലേ എന്റെയും സന്തോഷം. അങ്ങയുടെ വാക്കുകളാണ് എന്റെ താരകമന്ത്രം. സന്തോഷമായി രാമ, നല്ലത്. നാളെ പട്ടാഭിഷേകമായതിനാൽ ഇപ്പോ തന്നെ നീയും സീതയും വ്രതം, ഉപവാസം എന്നിവ അനുഷ്ഠിക്കേണ്ടതാണ്. നിങ്ങൾ ഇരുവരും ഉറങ്ങാതെ നമ്മുടെ കുലദൈവങ്ങളിൽ ഉന്നതനായ ശ്രീ മഹാവിഷ്ണുവിനെ ഉപാസിക്കേണ്ടതാണ്. പുൽപ്പായയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ മന്ത്രങ്ങളെല്ലാം വിധിപ്രകാരം ഉച്ചരിച്ച് അഗ്നിഹോമം ചെയ്യേണ്ടതാണ്. പിന്നീട് അതിന്റെ തീർത്ഥം മാത്രമേ സേവിക്കാൻ പാടുള്ളൂ. പിതാവേ, ഞങ്ങൾ നാളെ രാവിലെ വിധിപ്രകാരം ചെയ്യേണ്ട അനുഷ്ഠാനങ്ങൾ എന്തെല്ലാമാണ്? സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് സന്ധ്യാവന്ദനം, ഗായത്രി എന്നീ ജപങ്ങളെല്ലാം നടത്തി പട്ടാഭിഷേകത്തിന് പ്രാപ്തനാകേണ്ടതുണ്ട്. പിതാവേ, അങ്ങയുടെ ഇഷ്ടം പോലെ എന്റെ ഭാഗ്യം. നന്നായിരിക്കട്ടെ. വളരെ സന്തോഷം. നാം പോവുകയാണ്. സീതേ, പിതാവ് പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? നല്ല ഓർമ്മയുണ്ട്. തന്റെ പതിക്ക് ലഭിക്കുന്ന മാഹാത്മ്യം ഏതെങ്കിലും പത്നി അത്ര വേഗത്തിൽ മറക്കുമെന്ന് തോന്നുന്നുണ്ടോ? നാളെ അങ്ങ് ഈ ലോകത്തിന്റെ തന്നെ മന്നനാവാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് പോയത് എന്റെ പിതാവാണ്. എന്നാൽ എന്റെ മനസ്സ് പറയുന്നത് ചക്രവർത്തി എന്ന പദവി ഉള്ളിടത്തോളം കാലം അദ്ദേഹം തന്നെ ആ സ്ഥാനത്തിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
പക്ഷെ വിധി പറയുന്നത് മറ്റൊന്നാണ്. എല്ലാം വിധിയുടെ വിളയാട്ടം തന്നെ. ദാ നോക്കൂ, നേരം പുലരുമ്പോൾ ചടങ്ങ്. വിധിയെപ്പറ്റിയുള്ള ചിന്ത എന്തിനാണ്? ആദ്യം പിതാവിന്റെ തീരുമാനത്തെപ്പറ്റി പറഞ്ഞ് അനുജന്മാർ മൂവരോടും നമുക്കീ സന്തോഷം പങ്കിടാം. വന്നാലും